അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. NCERT സിലബസിൽ 7ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് അതിൽ 8ാമത്തെ ചാപ്റ്ററായ കമ്പയറിംഗ് ക്വാണ്ടിറ്റീസ് എന്ന ചാപ്റ്ററിലാണ് നമ്മൾ നിലകൊള്ളുന്നത് അല്ലേ. അതിൽ 7ഓളം പാർട്ടുകൾ നമ്മൾ കഴിഞ്ഞു. ഇത് 8ാമത്തെ പാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഇതിന് മുമ്പൊക്കെ എന്തൊക്കെ ഡിസ്കസ് ചെയ്തെന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ. അതായത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന നമ്മൾ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റികൾ തമ്മിൽ കമ്പയർ ചെയ്യലാണ്. ഓക്കെ, പലതരം അളവുകൾ എങ്ങനെ കമ്പയർ ചെയ്യാം, അതിനെങ്ങനെ താരതമ്യം ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പല മെത്തേഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്തു, റാഷ്യോ ഒരു മെത്തേഡാണ്, ഫ്രാക്ഷൻ മറ്റൊരു മെത്തേഡാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് ശേഷം നമ്മൾ പറഞ്ഞു പെർസെൻറ്റേജ് എന്നുള്ളൊരു മെത്തേഡ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ട് എന്താണ് പെർസെൻറ്റേജ്, ആ പെർസെൻറ്റേജ് 100ൽ അല്ലെങ്കിൽ എങ്ങനെ 100ലാണെങ്കിൽ എങ്ങനെ പെർസെൻറ്റേജ് സിമ്പിളായി കാണാമെന്ന് പഠിച്ചു. അതിന് ശേഷം ഈ ഒരു സംഭവം ആ ക്വാണ്ടിറ്റികൾ മൊത്തം 100ൽ അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ പെർസെൻറ്റേജ് കാണാം എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ഫ്രാക്ഷൻ എങ്ങനെ പെർസെൻറ്റേജിലേക്ക് ആക്കാം, ഡെസിമൽ നമ്പർ എങ്ങനെ പെർസെൻറ്റേജിലേക്ക് ആക്കാം, അതേപോലെ തന്നെ ഒരു പെർസെൻറ്റേജ് കിട്ടിയാൽ അത് എങ്ങനെ ഫ്രാക്ഷനിലേക്കോ ഡെസിമൽ നമ്പറിലേക്ക് ആക്കാം എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലേ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ബൈയിങ്ങും സെല്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രോഫിറ്റിൻ്റെ പെർസെൻറ്റേജ് അതേപോലെ തന്നെ ലോസിൻ്റെ പെർസെൻറ്റേജ് ഇതൊക്കെ എങ്ങനെ കണ്ടെത്താം എന്നുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഏതെങ്കിലും ഇപ്പം കോസ്റ്റ് പ്രൈസ് അതേപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് പിന്നെ പ്രോഫിറ്റ് ഓർ ലോസ് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും 2 ഉണ്ടായാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ബാക്കി മൂന്നാമത്തെ ഒരു സംഭവത്തെ നമുക്ക് കിട്ടാൻ കഴിയും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു സംഭവമാണ്. അതായത് നമ്മളിപ്പം കേട്ടിട്ടുണ്ടാവും പലിശ എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ, ഇൻട്രസ്റ്റ്. അപ്പോൾ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ചില കണക്കുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കാൻ പോകുന്നത്. അപ്പം സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രമേ നമ്മൾ ഈ കൊല്ലം പഠിക്കണമെന്നുള്ളൂ കേട്ടോ. സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പം സിമ്പിളായിട്ട് ഒരു കൊല്ലത്തിൽ ഇത്ര പെർസെൻറ്റേജ് എന്തുണ്ട് ഇൻട്രസ്റ്റ് വരുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ പെർസെൻറ്റേജ് എത്ര നമ്മൾ കണ്ടെത്തും. ഓക്കെ, അതായത് കൂട്ടുപലിശ എല്ലാം നടത്തും. പലിശയുടെ പലിശ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൂട്ടുപലിശേനാണ് നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അടുത്ത കൊല്ലം പഠിക്കും. ഈ വർഷം നമ്മൾ സിമ്പിളായിട്ട് സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രം പഠിക്കുന്നുള്ളൂ. ഓക്കെ, ഓരോ വർഷം ഇത്ര പെർസെൻറ്റേജ് എന്ത് നമുക്ക് ലോണായിട്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ മൊത്തം ഇത്ര വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ എത്ര നമ്മൾ ലോൺ അടച്ചിട്ടുള്ള ആ കാശ് അല്ലേ, ആ കാശ് മൊത്തം നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ ആ കാശും എത്ര ലോണും നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിളാണ്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ്സോട് കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്റർ അവസാനിപ്പിക്കണം. ഏതായാലും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ചാർജ് ഗിവൺ ഓൺ ബോറോഡ് മണി, അതായത് ഈ കടമെടുത്ത കാശിൽ എന്ത് ചെയ്യുക, അതിൽ കൊടുക്കുന്ന ചാർജ്, അതിൽ കൊടുക്കുന്ന ഫീ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് എന്ന് പറയുക. കടമെടുത്ത പൈസക്ക് നമ്മൾ തിരിച്ചു കൊടുക്കുന്ന പൈസ അല്ലേ. അതായത് ശരിക്കും ആദ്യം പറയാൻ പോവാണ്, അതായത് ഇസ്ലാമിൽ ഇതൊന്നും ഇതല്ല, അനുവദനീയമല്ല അല്ലേ. കുല്ലുകറിലും ജറ മംഫത്തും ഫൗരീബൻ അല്ലേ. അതായത് ഒരു കടമെടുത്താൽ ആ കടത്തിൻ്റെ പേരിൽ അയാൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ എക്സ്ട്രാ നൽകുന്നുണ്ടെങ്കിൽ അല്ലേ, എന്തെങ്കിലും ചാർജ് എന്താവട്ടെ എങ്ങനെ എക്സ്ട്രാ നൽകുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്തിനാണ്, പലിശയുടെ വകുപ്പിലാണ് വിടുക. ഓക്കെ, അപ്പം ഇതൊക്കെ എന്താണ്, ആക്കെ ഹറാമാണ്. അപ്പം കേൾക്കുക. അപ്പം അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഈ കണക്കൊക്കെ പഠിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുമായി ബന്ധപ്പെട്ട കണക്കുകളൊക്കെ നമ്മൾ പഠിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം പഠിക്കാൻ കേട്ടോ. നിങ്ങൾ സിലബസിൽ ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം പഠിക്കുകയാണ്. ഇതുമായി നിങ്ങളൊന്നും ബന്ധപ്പെടരുതെന്ന് ഞാൻ നിങ്ങൾ ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പം ചാർജ് ഗിവൺ ഓൺ ബോറോഡ് മണി, അതായത് ബോറോഡ് മണി നമ്മൾ കടമെടുത്ത ക്യാഷിന് കൊടുക്കുന്ന ചാർജ് അല്ലേ, അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന പലിശ. അപ്പം മറ്റു വാക്കിൽ പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് ശരിക്കും ഒരു ടേമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം കേൾക്കാം. അപ്പം സോഹിനി അതേപോലെ തന്നെ സോഹിനി മോഹനോട് പറയാണ്. ഇപ്പോൾ രണ്ടും അവർ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സാണ്. സോഹിനി മോഹനോട് പറയാണ്, ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയൊരു സ്കൂട്ടർ വാങ്ങുന്നുണ്ട്. അപ്പം മോഹൻ ചോദിക്കും, അല്ല അപ്പോൾ സ്കൂട്ടർ വാങ്ങാൻ ഇവിടെ കാശ്, ഓക്കെ അത്രത്തോളം കാശൊക്കെ നിങ്ങളടുത്തുണ്ടോ അങ്ങനെ ചോദിക്കും. അപ്പം സോഹിനി പറയും, ഞങ്ങൾ ശരിക്കും ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യണം, പലിശ എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾ കാർ വാങ്ങുന്നത് എന്ന് പറയും. ഓക്കെ, ഞങ്ങളൊരു സ്കൂട്ടർ വാങ്ങുന്നതെന്ന് പറയും. അപ്പം ഇനി അതിൻ്റെ ശേഷം എങ്ങനെയാണ് ബോറോഡ് മണി അതിനെന്ത് പറയും, അതേപോലെ തന്നെ അത് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന കാശിന് നമ്മൾ എന്ത് പറയും, എന്ത് വിഷയങ്ങൾ നമ്മൾ പറയാൻ പോകുന്നത് ശ്രദ്ധിക്കുക. സോഹിനി സെഡ് ദാറ്റ് ദേ വെർ ഗോയിങ് ടു ബൈ എ ന്യൂ സ്കൂട്ടർ. സോഹിനി മോഹനോട് പറയാണ്, ഞങ്ങൾ പുതിയൊരു സ്കൂട്ടർ വാങ്ങാൻ പോവാണ്. മോഹൻ ആസ്ക്ഡ് ഹെർ, മോഹൻ അവളോട് ചോദിക്കുകയാണ്, വെദർ ദേ ഹാഡ് ദ മണി ടു ബൈ ഇറ്റ്, അല്ല അത് വാങ്ങാനുള്ള കാശൊക്കെ നിങ്ങളടുത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ്. സോഹിനി സെഡ്, അപ്പോൾ സോഹിനി പറയാണ്, ഹെർ ഫാദർ വാസ് ഗോയിങ് ടു ടേക്ക് എ ലോൺ ഫ്രം എ ബാങ്ക്, ഒരു ബാങ്കിൽ നിന്ന് എന്ത് ചെയ്യാണ്, കടമെടുക്കാൻ പോവുകയാണ് അവളുടെ ഫാദർ എന്ന് ആര് പറഞ്ഞു, സോഹിനി പറഞ്ഞു. അപ്പം ഇനി നമ്മൾ പറയുകയാണെന്ത്, ദ മണി യു ബോറോ ഈസ് നോൺ ആസ് സം ബോറോഡ് ഓർ പ്രിൻസിപ്പൾ, അതായത് നിങ്ങൾ കടമെടുത്ത ഈ കാശിനെ പ്രിൻസിപ്പൾ എന്നാണ് നമ്മളെ ഈ പലിശയുടെ ഈ വിഷയത്തിൽ പറയാം കേട്ടോ. അപ്പം പ്രിൻസിപ്പൾ എന്ന് പറയുകയാണെങ്കിൽ പലിശയുടെ ഈ ഒരു കണക്കിൽ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നിങ്ങൾ ബാങ്കിൽ നിന്ന് എത്ര കടമെടുത്തോ ആ കാശിനാണ് പ്രിൻസിപ്പൾ എന്ന് പറയാം. ഓക്കെ,
അപ്പം പ്രിൻസിപ്പൾ എന്താണെന്ന് മനസ്സിലായല്ലോ. അല്ലെങ്കിൽ സം ബോറോഡ് എന്നൊക്കെ പറയും. അപ്പം നിങ്ങളെ കണക്കിൽ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും കണ്ടെത്താൻ വേണ്ടി ചോദ്യം ചോദിക്കാം. പ്രിൻസിപ്പൾ എത്ര കണ്ടെത്താൻ പറയും, അല്ലെങ്കിൽ സം ബോറോഡ് എത്ര കണ്ടെത്താൻ പറയും. അപ്പം നിങ്ങൾ മനസ്സിലാക്കാൻ, നിങ്ങൾ തുടക്കത്തിൽ ആ ബാങ്കിൽ നിന്ന് എത്ര കാശ് പലിശ എത്ര കാശ് നിങ്ങൾ കടമെടുത്തു, ആ പൈസക്കാണ് പ്രിൻസിപ്പൾ എന്ന് പറയുക, അല്ലെങ്കിൽ സം ബോറോഡ് എന്ന് പറയാം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ അടുത്ത കൊല്ലമൊക്കെ പഠിക്കും, ശരിക്കും നമ്മൾ ഈ ബാങ്കിൽ നമുക്ക് അങ്ങോട്ട് മാത്രമല്ല പലിശ കൊടുക്കാണ്ടാവുക, ചിലപ്പോൾ നമുക്ക് കാശ് ഇങ്ങോട്ടും കിട്ടും. എങ്ങനെയാണെന്ന് വെച്ചിട്ടാണെങ്കിൽ, അപ്പോൾ അതൊന്നും ചെയ്യരുത് കേട്ടോ, അതൊന്നും ഒക്കെ പലിശ തന്നെയാണ്, ഹറാമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെന്തെങ്കിലും കടമെടുത്തു, ബാങ്കിൽ നിന്നും പലിശയ്ക്ക് കടമെടുത്തു. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, അവരുടെ അടുത്ത് നിന്ന് കടമെടുക്കുകയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം, പലിശ അടക്കേണ്ടി വരും. ഇനി നേരെ മറിച്ച് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്, സേവിങ് ഡെപ്പോസിറ്റ്, അങ്ങനെ പലതരം ഡെപ്പോസിറ്റ് ഉണ്ട് ബാങ്കിൽ. നമ്മളെന്ത് ചെയ്തു, ബാങ്കിലേക്ക് അങ്ങോട്ട് പണം നിക്ഷേപിച്ചാൽ, ഡെപ്പോസിറ്റ് ചെയ്താൽ അതിന് ഒരു കൊല്ലത്തിൽ ഇത്ര പെർസെൻറ്റേജ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് ബാങ്ക് ഇങ്ങോട്ട് തരും. ഓക്കെ, അതൊന്നും ചെയ്യാൻ പാടില്ല. ഏതായാലും അപ്പം മനസ്സിലാക്കുക, അതൊക്കെ പ്രിൻസിപ്പളാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ട് കൊടുത്ത ആ ക്രെഡിറ്റ്, നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്തു, ഡെപ്പോസിറ്റ് ചെയ്ത കാശ്, അതിനും പ്രിൻസിപ്പൾ എന്ന് പറയും. അതേപോലെ തന്നെ നമ്മൾ ഇങ്ങോട്ട് കടം വാങ്ങിയ കാശ്, അതിനെന്ത് പറയും, പ്രിൻസിപ്പൾ എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ, എന്തുമേലാണോ ഈ പലിശ തുടങ്ങിയത്, ഏത് അടിസ്ഥാനത്തിലാണ് ഈ പലിശ തുടങ്ങിയത്, അതിനാണ് പ്രിൻസിപ്പൾ എന്ന് പറയാനർത്ഥം. ഏത് കാശിൻ്റെ മേലിലായിരുന്നോ ഈ പലിശ, അതിനാണ് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഏതായാലും ദിസ് മണി വുഡ് ബി യൂസ്ഡ് ബൈ ദ ബോറോവർ ഫോർ സം ടൈം ബിഫോർ ഇറ്റ് ഈസ് റിട്ടേൺഡ്. അതായത് ഈ പ്രിൻസിപ്പൽ എമൗണ്ട്, ഇപ്പോൾ അയാൾ എന്ത് ചെയ്തു, ബാങ്കിൽ നിന്ന് 1,00,000 രൂപ കടം എടുത്തു നോക്കുക, അല്ലെങ്കിൽ 50,000 രൂപ കടം എടുത്തു നോക്കാം. അപ്പം ആ സമയത്ത് എന്ത് ചെയ്യും, അപ്പോൾ അത് അയാളുടെ പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും. അയാൾ എന്ത് ചെയ്യും, ബാങ്കിലേക്ക് ഇങ്ങോട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ടോ ഇത് റിട്ടേൺ ചെയ്യുമ്പോൾ അയാളുടെ ആവശ്യത്തിന് അയാൾ ഉപയോഗിക്കും. ഫോർ കീപ്പിംഗ് ദിസ് മണി ഫോർ സം ടൈം ദ ബോറോവർ ഹാസ് ടു പേ സം എക്സ്ട്രാ മണി ടു ദി ബാങ്ക്. ഓക്കെ, അപ്പം ഈ കാശ് ബാങ്കിൽ നിന്നും എടുത്തതിൻ്റെ പേരിൽ കുറച്ച് എക്സ്ട്രാ കാശ് നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കിലേക്ക് തിരിച്ചു കൊടുക്കണം. ആ പൈസക്കാണ് എന്തെന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്ന്. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ഇൻട്രസ്റ്റ്. ഇതിനാണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്ന്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് പലിശ എന്ന് മനസ്സിലായല്ലോ. നമ്മൾ ബാങ്കിൽ നിന്ന് കടമെടുത്തതിൻ്റെ പേരിൽ നമ്മൾ അവർക്ക് തിരിച്ചു കൊടുക്കുന്ന കുറച്ച് എക്സ്ട്രാ മണി, അതിനാണ് ഇൻട്രസ്റ്റ് എന്ന് പറയാം, പലിശ എന്ന് പറയാം. You can find the amount you have to pay at the end of the year by adding the sum borrowed and the interest. അപ്പം 2 കൊല്ലം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കേണ്ട കാശ് എത്രയാണ്, നിങ്ങളിപ്പോൾ വാങ്ങിയ കടമെടുത്ത കാശ് മാത്രമാണോ, അല്ല, ആ കാശിന് ഒരു കൊല്ലം അവർ എത്ര പെർസെൻറ്റേജ് പലിശ, ഇപ്പോൾ ഇത്ര പെർസെൻറ്റേജ് പലിശ ഉണ്ട് എന്നാണ് പറയാം. ഓക്കെ, അപ്പം അതും കൂടി കൂട്ടി നിങ്ങൾ കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ അവർക്ക് തിരിച്ചു കൊടുക്കും, ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷമോ അല്ലെങ്കിൽ 5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ അവർക്ക് തിരിച്ചു നൽകേണ്ടത്, ബാങ്കിന് തിരിച്ചു നൽകേണ്ടത് നിങ്ങളുടെ ആ പ്രിൻസിപ്പൽ എമൗണ്ട്, നിങ്ങൾ എത്രയായിരുന്നോ കടമെടുത്തത് ആ എമൗണ്ട് പ്ലസ് എന്തായിരിക്കും, ഇൻട്രസ്റ്റ് ആയിരിക്കും. ആ ഒന്നായിട്ട് കൂട്ടിയിട്ടുള്ള എമൗണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ PI എന്നൊക്കെയാണ് കുറച്ച് കഴിഞ്ഞാൽ കാണിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, എ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എമൗണ്ട്, പി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പ്രിൻസിപ്പൽ, അതേപോലെ തന്നെ ഐ എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇൻട്രസ്റ്റിന് 6 എന്നും പറയും കേട്ടോ. അപ്പോൾ മനസ്സിലാക്കിക്കുക. അപ്പോൾ നിങ്ങൾ മൊത്തം അവർക്ക് ബാങ്കിന് തിരിച്ചു നൽകേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് ഇൻട്രസ്റ്റ്. ഓക്കെ, അതായത് നിങ്ങൾ എത്രയാണോ കടമെടുത്തത് അതേ പ്ലസ് അതിന് എത്ര പലിശ ഉണ്ടായിരുന്നു, അതാണ് നിങ്ങൾ തിരിച്ചു നൽകേണ്ടതെന്ന് ചുരുക്കം. ക്ലിയർ ആയല്ലോ. ഓക്കെ, അപ്പം ഇൻട്രസ്റ്റ് ഈസ് ജനറലി ഗിവൺ ഇൻ പെർസെൻറ്റ്. അപ്പം ഫോർ എ പീരീഡ് ഓഫ് 1 ഇയർ. അപ്പം ഇൻട്രസ്റ്റ് മൊത്തത്തിൽ എങ്ങനെയാണ് നൽകുക, ഇത്ര പെർസെൻറ്റേജ് എന്നാണ് പറയാം. അതായത് നിങ്ങളിപ്പോൾ 1000 രൂപ നൽകിയാൽ നിങ്ങൾ എന്ത് ചെയ്യും, 150 രൂപ കടമാക്കി തരണം എന്നല്ല ബാങ്കുകാരൊക്കെ അധികം പറയാം. അതായത് എത്രയാണോ നിങ്ങൾക്ക് എത്രയും എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങൾ അനുവദിക്കുന്ന എത്ര കാശ് നിങ്ങൾക്ക് കടമായിട്ട് എടുക്കാം, പക്ഷേ അതിൻ്റെ 10% അല്ലെങ്കിൽ 15% നമുക്ക് എന്ത് ചെയ്യണം, പലിശയായിട്ട് തരണം, അങ്ങനെയാണ് പറയാം. ഓക്കെ, അല്ലാതെ എമൗണ്ടിന് കണക്കാവില്ല അവർ പറയാം, പെർസെൻറ്റേജിലായിരിക്കും അവർ പറയാം. ഓക്കെ, അവിടെയാണ് നമ്മളെ പാഠവുമായി ബന്ധപ്പെടുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് ഈസ് ജനറലി ഗിവൺ ഇൻ പെർസെൻറ്റ് ഫോർ എ പീരീഡ് ഓഫ് 1 ഇയർ. അപ്പം ഒരു കൊല്ലത്തിന് ഇത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയും. ഓക്കെ, ഇറ്റ് ഈസ് റിട്ടേൺ ആസ് 10% പെർ ഇയർ ഓർ പെർ അന്നം, അങ്ങനെയൊക്കെയാണ് അത് പറയാം. ഓക്കെ, 10% പെർ ഇയർ എന്നോ പെർ അന്നം എന്നൊക്കെയാണ് പറയാം. അത് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് എങ്ങനെ എഴുതും, ഓർ ഇൻ ഷോർട്ട് ആസ് 10% P.A. കണ്ടില്ലേ, അതിന് പെർ അന്നം എന്നാണ് വായിക്കുക കേട്ടോ. അതായത് അപ്പോൾ ഇത്ര പെർസെൻറ്റേജ് നിങ്ങൾ കൊടുക്കണം എന്നർത്ഥം, ഒരു വർഷത്തിൽ ഇത്ര പെർസെൻറ്റേജ് കൊടുക്കണം എന്നർത്ഥം. ഓക്കെ, അപ്പം ചുരുക്കി പറഞ്ഞത് എന്താ അർത്ഥമാക്കുന്നത്, 10% പെർ അന്നം എന്ന് പറയുന്നത് മീൻസ് ഓൺ എവറി 100 ബോറോവ്ഡ്. അതായത് നിങ്ങൾ കടമെടുക്കുന്ന ഓരോ 100 രൂപക്കും 10 രൂപ വെച്ച് നിങ്ങൾ കൊടുക്കണം. ഓക്കെ, 10 രൂപ ഇൻട്രസ്റ്റ് ആണ്. ഇപ്പോൾ നിങ്ങൾ 50,000 രൂപ നൽകിയാൽ 50,000 എത്ര 100 ഉണ്ട്, 500 ഉണ്ട് അല്ലേ. അപ്പോൾ ഓരോ 100നും നിങ്ങൾ എന്ത് ചെയ്യണം, 10 രൂപ വെച്ച് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 500 നിങ്ങൾ അങ്ങനെ 100 രൂപയുണ്ട് എന്തിൽ, 50,000. അപ്പോൾ 50,000 നിങ്ങൾ എത്ര പലിശ കൊടുക്കേണ്ടി വരും, അതായത് 10%, 50,000-ന് 10%, അല്ലെങ്കിൽ 500 × 10 ഓരോ. അപ്പോൾ 500 100 രൂപയുണ്ടല്ലോ, ഓരോ 500ലും 10 രൂപ അല്ലേ, ഓരോ 100ലും 10 രൂപ, അങ്ങനെ 500 100 രൂപയുണ്ട്. അപ്പോൾ 500 100 രൂപയിൽ കൊടുക്കുന്ന 10 പറയുമ്പോൾ 500 × 10 വരുമ്പോൾ 5000 രൂപ. ഓക്കെ, 5000 ആണല്ലോ 50,000-ന് 10% പറയുന്നത്. ഓക്കെ,
അപ്പോൾ അതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് കേട്ടോ. 10% എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഓരോ 100 രൂപക്കും 10 രൂപ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, പലിശ കൊടുക്കണം എന്നർത്ഥം. ഓക്കെ, അപ്പം 10% പെർ annum മീൻസ് ഓൺ എവറി 100 ബോറോഡ് Rs 10 ഈസ് ദ ഇൻട്രസ്റ്റ്. അപ്പം നിങ്ങൾ എടുക്കുന്ന ഓരോ 100 രൂപക്കും 10 രൂപ വെച്ചിട്ടാണ് എന്ത് ചെയ്യുക, പലിശ ഈടാക്കുക എന്നർത്ഥം. അതാണ് 10% എന്ന് പറഞ്ഞാൽ കേട്ടോ. യു ഹാവ് ടു പേ ഫോർ 1 ഇയർ. അപ്പോൾ ഒരു കൊല്ലത്തിന്. അപ്പോൾ 50,000 എടുക്കുന്നതെങ്കിൽ 50,000-ൽ 500 എന്തുണ്ട്, 100 ഉണ്ട്. അപ്പം ഓരോ 100-നും നിങ്ങൾ എന്തെങ്കിലും 10 രൂപ വെച്ച് കൊടുക്കുമ്പോൾ 500 100-ന് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, 500 × 10 5000 രൂപ കൊടുക്കേണ്ടി വരും എന്ന് ചുരുക്കം. ലെറ്റ് us ടേക്ക് ആൻ എക്സാമ്പിൾ ആൻഡ് സീ ഹൗ ദിസ് വർക്ക്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ഒരു എക്സാമ്പിൾ നോക്കാം, എന്നിട്ട് എങ്ങനെയാണ് ഈ പലിശ കണ്ടെത്തുക നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആൻഡ് ദ ടാക്സ് എ ലോൺ ഓഫ് 5000 രൂപ എന്ത് ചെയ്തു, കടമെടുത്തു ബാങ്കിൽ നിന്ന് അറ്റ് 15% പെർ ഇയർ. അവിടെ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് പലിശയുടെ നിരക്ക് എന്ന് പറയുന്നത് ആസ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 15% ആണ്. അപ്പം 5000 രൂപ കടമെടുത്താൽ ഒരു കൊല്ലം കഴിയുമ്പോൾ 15% ഇൻട്രസ്റ്റ് ആക്കി അതും കൂടി കൂട്ടി അടക്കണം എന്നർത്ഥം. ഫൈൻ ദ ഇൻട്രസ്റ്റ് ഷീ ഹാസ് ടു പേ അറ്റ് ദി എൻഡ് ഓഫ് 1 ഇയർ. അപ്പോൾ നിങ്ങൾ എന്താ കണ്ടെത്തേണ്ടതെന്ന് വെച്ചാൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവൾ തിരിച്ചടക്കേണ്ട പലിശയുടെ കണക്ക് മാത്രം. ശരിക്കും ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവൾ തിരിച്ചടക്കേണ്ടത് എന്താണ്, ഈ 5000 പ്ലസ് ഈ 5000-ന് എത്ര പലിശയുണ്ടോ, 5000-ന് 15% അല്ലേ, അതും കൂടി കണ്ടെത്തണം. പക്ഷേ ഇവിടെ കണ്ടെത്താൻ പറഞ്ഞത് എന്ത് മാത്രമേ ഉള്ളൂ, പലിശ മാത്രമേ ഉള്ളൂ. അല്ലാതെ അവൾ മൊത്തം എത്ര കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല, പലിശ മാത്രം അവൾ എത്ര കൊടുക്കേണ്ടി വരും. 5000 രൂപ ഒരു കൊല്ലം അവൾ എന്ത് ചെയ്ത് കടമെടുത്താൽ. അപ്പം നമുക്ക് കണ്ടെത്താൻ വളരെ സിമ്പിളാണ്, കാരണം 15% ആണ് ഇവിടെ പലിശ എന്ന് പറഞ്ഞു. അപ്പം ദ സം ബോറോഡ് അല്ലെങ്കിൽ പ്രിൻസിപ്പൽ എന്ന് പറയുന്നത് 5000 ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് 15% പെർ ഇയർ ആണ്. ഓക്കെ, അപ്പം ദിസ് മീൻസ് ഇത് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 100 ഈസ് ബോറോഡ്, 100 രൂപ അവൾ കടമെടുത്തെങ്കിൽ ഷീ ഹാസ് ടു പേ 15. ഓക്കെ, അപ്പം ഓരോ 100 രൂപയിലും അവൾ എന്ത് ചെയ്യേണ്ടി വരും, 15 രൂപ കടമായിട്ട് കൊടുക്കേണ്ടി വരും എന്നർത്ഥം. ഓക്കെ, ഇഫ് ഷീ ഹാസ് ബോറോഡ് 5000, അങ്ങനെയാണെങ്കിൽ അവൾ 5000 രൂപ കടമെടുത്താൽ ദെൻ ദ ഇൻട്രസ്റ്റ് ഷീ ഹാസ് ടു പേ ഫോർ 1 ഇയർ. അപ്പം അവൾ എന്ത് ചെയ്തു, 5000 രൂപ കടമെടുത്താൽ അവൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എത്ര രൂപ എന്ത് ചെയ്യേണ്ടി വരും, കൊടുക്കേണ്ടി വരും, എത്ര രൂപ പലിശയായിട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. ദെൻ ദ ഇൻട്രസ്റ്റ് ഷീ ഹാസ് ടു പേ, പലിശയായിട്ട് അവൾ കൊടുക്കേണ്ട കാശ് എത്രയാണ്, അത് എത്രയാണെന്ന് വെച്ചിട്ടാണെങ്കിൽ 100 രൂപയിൽ 15 ആണല്ലോ, അങ്ങനെയാണെങ്കിൽ 5000-ൽ എത്രയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. 100 രൂപയിലാണെങ്കിൽ 15, അതായത് 15% അർത്ഥം. ഇതിപ്പോൾ 15% എന്നാണ് മനസ്സിലാക്കേണ്ടത്. 15% ഓഫ് 5000, 5000-ന് 15% ശതമാനമായിരിക്കും അവൾ തിരിച്ചു കൊടുക്കേണ്ടത്. അപ്പം 15/100, അതായത് 15% എന്നർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ 100 രൂപയിൽ അവൾ 15 രൂപയാണ് കൊടുക്കേണ്ടതെങ്കിൽ 5000 രൂപയിൽ അവൾ എത്രയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം, 5000 × 15 ഡിവൈഡ് ബൈ 100 ചെയ്താൽ മതി. ഓക്കെ, അത് സിമ്പിളായിട്ട് 5 × 15 വരുമ്പോൾ എത്രയാണ്, 75 ആണല്ലോ അല്ലേ. 10 × 15 150, അപ്പോൾ നേരെ പകുതി ആയിരിക്കും 5 × 15, അപ്പം 75. അപ്പോൾ 5000 × 15 വരുമ്പം 75000 എന്നർത്ഥം. 75000 ഹരിക്കണം 100 പറഞ്ഞാൽ എത്രയാണ്, 75000-ന് 2 പൂജ്യം ഒഴിവാക്കുക. 75000-ന് 1 പൂജ്യം ഒഴിവാക്കിയാൽ 1500 ആയി, 2 പൂജ്യം ഒഴിവാക്കിയാൽ 750 ആയി. അപ്പം ഒരു കൊല്ലം കഴിഞ്ഞിട്ട് അവൾ തിരിച്ചടക്കേണ്ട കാശ് എത്രയാണ്, 750 രൂപ. വെറും 5000 രൂപ കടമെടുത്തതിൻ്റെ പേരിൽ 750 രൂപ അവൾ എന്ത് ചെയ്യേണ്ടി വരും, തിരിച്ചു കൊടുക്കേണ്ടി വരും. എക്സ്ട്രാ പ്ലസ് 5000 കൂടി ഉണ്ടാവും അവൾ മൊത്തം തിരിച്ചെടുക്കേണ്ടത്, മൊത്തം 5250 കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ അറ്റ് ദ എൻഡ് ഓഫ് ഇയർ ഷീ ഹാസ് ടു ഗീവ് ആൻ എമൗണ്ട് ഓഫ് 5000 + 750 മൊത്തം കൊടുക്കേണ്ടി വരും. പലിശയായിട്ട് മാത്രം 750, അല്ലാതെ പ്രിൻസിപ്പൽ എത്രയാണ് 5000. നമ്മൾ കടമെടുത്ത് 5000 + 750 കൂടി കൊടുക്കേണ്ടി വരും. അതിന് മൊത്തം എത്ര കൊടുക്കേണ്ടി വരും, 5750 കൊടുക്കേണ്ടി വരും എന്ന് ചുരുക്കം. ഓക്കെ, വി ക്യാൻ റൈറ്റ് എ ജനറൽ റിലേഷൻ ടു ഫൈൻ ഇൻട്രസ്റ്റ് ഫോർ 1 ഇയർ. ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം, ഇതിന് ചെറിയ ഇക്വേഷൻ മനസ്സിലാക്കി വെക്കണം. എല്ലാത്തിനും ഒരു ഇക്വേഷൻ മനസ്സിലാക്കി നമുക്ക് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ അല്ലേ. ഓക്കെ, അപ്പം ഏതായാലും ഒരു ജനറലായിട്ടുള്ള ഒരു റിലേഷൻ കണ്ടെത്താണ്. അപ്പം ടേക്ക് പി ആസ് പ്രിൻസിപ്പൾ. അപ്പോൾ പ്രിൻസിപ്പൾ നിങ്ങൾ തൽക്കാലം എന്ത് ചെയ്യുക, പി എന്നുള്ള ഷോർട്ട് ഫോമിൽ പ്രിൻസിപ്പളിനെ മനസ്സിലാക്കാം. ഓക്കെ, അതായത് നിങ്ങൾ കടമെടുത്ത കാശ് എന്നർത്ഥം. ഓർ സം, ഇപ്പം ഈ സം ബോറോഡ് അല്ലേ, ഇതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം, തൽക്കാലം പി ആക്കി മനസ്സിലാക്കാം. ആൻഡ് ആർ എന്നുള്ളതിന് എന്ത് ചെയ്യാം, R%. അതിന് ഞങ്ങൾ എന്ത് ചെയ്യാം, റേറ്റ് പെർസെൻറ്റേജ് പെർ annum, അതായത് ഒരു കൊല്ലത്തിൽ എത്ര പെർസെൻറ്റേജ് അടക്കണം എന്നുള്ളതിനെയാണ് R സൂചിപ്പിക്കുന്നത് മനസ്സിലാക്കാം. ചില സമയത്ത് I എന്നും പറയാറുണ്ട്, പൊതുവേ R ആണ് ഈ ഇൻട്രസ്റ്റിൻ്റെ കണക്കിൽ പറയാറ് കേട്ടോ. ഓക്കെ, ഇനി നൗ ഓൺ എവരി 100 ബോറോഡ് ദ ഇൻട്രസ്റ്റ് പെയ്ഡ് ഈസ് 6 അല്ലേ. അപ്പോൾ 100 രൂപ കടമെടുത്താൽ 6 രൂപ എന്ത് ചെയ്യേണ്ടി വരും, അവർ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5000 രൂപയാണെങ്കിൽ അതിൽ 15% എന്തുണ്ടെന്ന് പറഞ്ഞു, നമ്മുടെ ഒരു കൊല്ലം പലിശ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം 100 രൂപയാണ് അവൾ കടമെടുത്തെങ്കിൽ അതിൽ എത്ര, 15 രൂപ കൊടുത്താൽ പോരെ. അതാണ് ഇവിടെ 6 രൂപ എന്ന് മാത്രം കാണിക്കുന്നത് കേട്ടോ, 6 രൂപ എന്ന് മാത്രം കാണിക്കുന്നത്. ഓക്കെ,
അപ്പോൾ എല്ലാം ശ്രദ്ധിക്കാം. ദെർ ഫോർ ഓൺ പി ബോറോഡ്, അതായത് ഇത്ര പ്രിൻസിപ്പൾ എടുക്കുകയാണെങ്കിൽ ദ ഇൻട്രസ്റ്റ് പെയ്ഡ് ഫോർ 1 ഇയർ എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്തത് ഈ കണക്ക് നേരെ ഇവിടെ എന്ത് ചെയ്യാം, ഇതിപ്പോൾ 6ആണല്ലോ, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് 15 അല്ലേ. ഓക്കെ, 100 എന്ന് പറയുന്നത് 100 തന്നെ എപ്പോഴും ഉണ്ടാവുക. ഓക്കെ, അതായത് അത് പെർസെൻറ്റേജിലേക്ക് ആക്കി മാറ്റിയാണല്ലോ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ 5000 എന്ന് പറയുന്നത് പി ആണ്, അതായത് പ്രിൻസിപ്പളാണ്. അപ്പോൾ ഇത് ഇതേപോലെ ഇവിടെ എഴുതിയെന്നുള്ളൂ, 6 × P / 100. ഓക്കെ, ഇത് പറയാനൊരു സുഖമില്ല, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, പി തുടക്കത്തിൽ എഴുതുന്നു, P × R / 100. ഓക്കെ, ഇത് നമുക്ക് ഞാൻ ഇൻറ്റും കൂടി ഒഴിവാക്കിയാൽ PR / 100 എന്ന് എഴുതാം. അപ്പോൾ അങ്ങനെയാണ് ഇൻട്രസ്റ്റ് കണ്ടെത്തുക ഒരു കൊല്ലത്തിൻ്റെ. ഇനി ഇതേപോലെ 2 കൊല്ലം 3 കൊല്ലം 5 കൊല്ലമൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ കണ്ടെത്താം, അതാണ് ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, അടുത്ത ഒരു സെക്ഷനിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത സൈഡിൽ ശ്രദ്ധിക്കാം. ഇൻട്രസ്റ്റ് ഫോർ മൾട്ടിപ്പിൾ ഇയേഴ്സ്. അപ്പം ഒരു കൊല്ലത്തിൽ കണ്ടെത്തേണ്ട എങ്ങനെയെന്ന് പഠിച്ചു. അതായത് P × R / 100 എഴുതാൻ മതി. Pൻ്റെ ഇവിടെ പ്രിൻസിപ്പൾ എടുക്കുക, Rൻ്റെ ഇവിടെ എത്ര പെർസെൻറ്റേജ് എന്നാൽ കൊടുക്കുക. അങ്ങോട്ട് ആ കണക്ക് നേരെ സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, എത്ര പെർസെൻറ്റേജ് പലിശ കൊടുക്കേണ്ടതെന്ന് കിട്ടും. പലിശ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഇനി എന്ത് ചെയ്യണം, ഇൻട്രസ്റ്റ് ഫോർ മൾട്ടിപ്പിൾ ഇയേഴ്സ്, അതായത് ഒരുപാട് കൊല്ലം എന്ത് ചെയ്യുന്നുണ്ട്, പലിശ തന്നെ കൂടി വരികയാണ്. ഓരോ കൊല്ലം എന്ത് ചെയ്യേണ്ടി വരും, ഇത്ര പെർസെൻറ്റേജ് ആയിട്ട് ഇങ്ങനെ കൂട്ടി വരേണ്ടി വരും. അപ്പോൾ അത് മൊത്തം എത്ര കൊടുക്കേണ്ടി വരും എന്നാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിന് സിമ്പിളായിട്ടുള്ള ഒരു ഇക്വേഷൻ കൂടി നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻട്രസ്റ്റ് ഫോർ മൾട്ടിപ്പിൾ ഇയേഴ്സ്, അതായത് ഒരുപാട് കൊല്ലത്തിനുള്ള ഇൻട്രസ്റ്റ് എങ്ങനെയാണ് നമ്മൾ നോക്കാം. ഇഫ് ദ എമൗണ്ട് ഈസ് ബോറോഡ് ഫോർ മോർ ദാൻ 1 ഇയർ ദ ഇൻട്രസ്റ്റ് ഈസ് കാൽക്കുലേറ്റഡ് ഫോർ ദ പീരീഡ് ദ മണി ഈസ് കെപ്റ്റ് ഫോർ. ഓക്കെ, അപ്പം നമ്മളെന്ത് ചെയ്തു, ഒന്നിലധികം എന്ത് ചെയ്തു വർഷം എന്ത് ചെയ്തു, നമ്മളിപ്പോൾ 2 വർഷം അല്ലെങ്കിൽ 3 വർഷമൊക്കെ എന്ത് ചെയ്തു ഇങ്ങനെ കടമെടുത്തു എന്ന് വെക്കാം. അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, ഓരോ വർഷവും ഇത്ര പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടി പോകേണ്ടി വരും നമ്മുടെ പലിശ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇഫ് അനിത റിട്ടേൺസ് ദ മണി അറ്റ് ദ എൻഡ് ഓഫ് 2 ഇയേഴ്സ്, 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് അനിത എന്ത് ചെയ്യുന്നതെങ്കിൽ ഈ കാശ് അടക്കുന്നതെങ്കിൽ, ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് സെയിം. അപ്പം ഈ കൊല്ലവും 15% ആണ് എന്ത് ചെയ്യുന്നത്, പലിശ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്ത കൊല്ലം പലിശ എന്ത് തന്നെയാണ്, 15% തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ദെൻ ഷീ വുഡ് ഹാവ് ടു പേ ട്വൈസ് ദ ഇൻട്രസ്റ്റ്. അപ്പം അവൾക്ക് 1 വർഷമുള്ളതിൻ്റെ ആ ഇൻട്രസ്റ്റിൻ്റെ ഇരട്ടി ആയിരിക്കണം 2 വർഷം അവൾക്ക് കൊടുക്കേണ്ടത് അല്ലേ. 1 വർഷം മൊത്തം അവൾക്ക് 750 രൂപ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞിട്ട് 750 × 2. ഓക്കെ, 750 ഇരട്ടി കൊടുക്കേണ്ടി വരും എന്ന് വെച്ചാൽ 1500 രൂപ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം ഇപ്പോൾ ഷീ വുഡ് ഹാവ് ടു പേ ട്വൈസ് ദ ഇൻട്രസ്റ്റ്, 750 രൂപയുടെ ട്വൈസ് കൊടുക്കേണ്ടി വരും ഫോർ ദ ഫസ്റ്റ് ഇയറിന് എന്ത് ചെയ്യേണ്ടി വരും, 750 കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ 750 ഫോർ ദി സെക്കൻഡ്. ഓക്കെ, രണ്ടാമത്തെ കൊല്ലം എന്ത് ചെയ്യേണ്ടി വരും, 750 രൂപ കൊടുക്കേണ്ടി വരും. അപ്പം ഷീ വുഡ് ഹാവ് ടു പേ ട്വൈസ് ദ ഇൻട്രസ്റ്റ്. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് നേരെ ഇരട്ടി അവൾക്ക് കൊടുക്കേണ്ടി വരും എന്ന് ചുരുക്കം. ക്ലിയർ അല്ലേ? ഓക്കെ, അതായത് 750 ഫോർ ദ ഫസ്റ്റ് ഇയർ, 750 ഒരു കൊല്ലം, 750 ഫോർ ദി സെക്കൻഡ്, രണ്ടാമത്തെ കൊല്ലം 750. ചുരുക്കി പറഞ്ഞാൽ 1500 രൂപ അവൾ മൊത്തം കൊടുക്കേണ്ടി വരും എന്നർത്ഥം. ഇങ്ങനെ എന്ത് ചെയ്തു, പ്രിൻസിപ്പൽ എമൗണ്ട് മാറാതെ. അപ്പം പ്രിൻസിപ്പൽ എമൗണ്ട് മാറാതെ എന്ന് പ്രത്യേകം ഇവിടെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ മറ്റു സംഭവങ്ങൾ ഇൻഷാല്ലാ 3-ാം ക്ലാസ്സിലൊക്കെ പഠിക്കും. അതായത് NCERT സിലബസിൽ 8-ാം ക്ലാസ്സിൻ്റെ മാത്തമാറ്റിക്സ് നിങ്ങൾ പഠിക്കും. അപ്പം അവിടെ എന്താ നമ്മൾ പറയാം, അവിടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ സംഭവമുണ്ട്. അതായത് ഈ കൊല്ലമുള്ള പ്രിൻസിപ്പൾ ആയിരിക്കില്ല അടുത്ത കൊല്ലം. ഈ കൊല്ലമുള്ള പ്രിൻസിപ്പളും അതേപോലെ തന്നെ നമ്മളൊരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ, അത് രണ്ടും കൂട്ടിയിട്ടുള്ള സംഖ്യ ആയിരിക്കും അടുത്ത കൊല്ലത്തിൻ്റെ പ്രിൻസിപ്പൾ. ഓക്കെ, അപ്പോൾ അടുത്ത കൊല്ലം പ്രിൻസിപ്പൽ എമൗണ്ട് ആയിട്ട് അതാണ് വെക്കുക. അവിടെ പ്രിൻസിപ്പൽ എമൗണ്ട് മാറിക്കൊണ്ടേയിരിക്കും ഓരോ കൊല്ലം. അതായത് ഇതുവരെയുള്ള പലിശ മൊത്തം കൂട്ടിക്കാണ്ട് അത് പ്രിൻസിപ്പൽ എമൗണ്ടിലേക്കാണ്ട് ആഡ് ചെയ്യും. എന്നിട്ട് അതായിരിക്കും എന്ത്, ആ പിറ്റത്തെ കൊല്ലത്തെ എന്ത് പ്രിൻസിപ്പൽ എമൗണ്ട്. അങ്ങനെയാണ് നമ്മൾ പറയാം. അപ്പോൾ അതിനാണ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, പലിശയുടെ പലിശയും കൂട്ടുപലിശ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതാണ് പറയാം. അതല്ലാതെ എല്ലാ കൊല്ലവും സെയിം പ്രിൻസിപ്പൽ തന്നെയാണ്, എല്ലാ കൊല്ലവും സെയിം പ്രിൻസിപ്പൽ എമൗണ്ടാണ്, എല്ലാ കൊല്ലവും സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അതിനാണ് നമ്മൾ എന്ത് പറയാം, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയാം. ദിസ് വേ ഓഫ് കാൽക്കുലേറ്റിംഗ് ഇൻട്രസ്റ്റ് വെയർ പ്രിൻസിപ്പൽ ഈസ് നോട്ട് ചേഞ്ച്ഡ്, അതായത് പ്രിൻസിപ്പൽ മാറാതെ എല്ലാ കൊല്ലവും ഒരേ പ്രിൻസിപ്പളായിട്ട് ഇങ്ങനെ വെച്ച് പോകുന്ന ഇൻട്രസ്റ്റ്, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈസ് നോൺ ആസ് സിമ്പിൾ ഇൻട്രസ്റ്റ്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുക, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഇവിടെ സിമ്പിൾ ഇൻട്രസ്റ്റ് മാത്രം പഠിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് മറ്റേ പറയുമ്പോൾ ആ കൺഫ്യൂഷൻ ആവുന്നത്. അതായത് ഇൻഷാല്ലാ അടുത്ത കൊല്ലം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പം ചുരുക്കി ഇത്ര മനസ്സിലാക്കുക, പ്രിൻസിപ്പൽ എമൗണ്ട് എല്ലാ കൊല്ലവും സെയിം ആയിരിക്കും, അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും എല്ലാ കൊല്ലവും സെയിം ആയിരിക്കുമെങ്കിൽ എന്താണ്, അതിന് നമ്മൾ എന്ത് പറയും, സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയും. ഓക്കെ, ആസ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് ഇൻക്രീസ്ഡ് ദ ഇൻട്രസ്റ്റ് ആൾസോ ഇൻക്രീസ്. അതായത് ഓരോ കൊല്ലം കൂടുന്തോറും നമ്മൾ എന്ത് ചെയ്യും, ഇൻട്രസ്റ്റ് കൂടി വരുമല്ലോ അല്ലേ. കഴിഞ്ഞ കൊല്ലം 750 റുപ്യേന്, ഈ കൊല്ലം 750 റുപ്യാണ്, അടുത്ത കൊല്ലം 750 റുപ്യാണ്. അങ്ങനെ മൊത്തം പലിശ നോക്കുമ്പോൾ 1500 അങ്ങനെ പോകും അല്ലേ, 2250 അങ്ങനെ പോകും, 3000 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ഫോർ 100 ബോറോവർ, ഫോർ എക്സാമ്പിൾ 100 രൂപ ഒരാൾ കടമെടുത്താൽ, 3 വർഷത്തിന് വേണ്ടി 100 രൂപ കടമെടുത്താൽ, അപ്പം 18% ആണ് അവിടെ പലിശയെങ്കിൽ എന്ത് മനസ്സിലാക്കണം, ഓരോ കൊല്ലവും 18 രൂപ കൊടുക്കണം. 100 രൂപയ്ക്ക് 18% എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ 18 രൂപ എന്നർത്ഥം അല്ലേ. അപ്പം ഒന്നാമത്തെ കൊല്ലം 18 രൂപ എടുക്കേണ്ടി വരും, രണ്ടാമത്തെ കൊല്ലം 18 രൂപ എടുക്കേണ്ടി വരും, മൂന്നാമത്തെ കൊല്ലം 18 രൂപ എടുക്കേണ്ടി വരും. അങ്ങനെ മൂന്നും കൂടി കൂട്ടിയിട്ട് 18, 36, 54 രൂപ കൊടുക്കേണ്ടി വരും. 54 പ്ലസ്
ഈ എടുത്ത 100 രൂപ. അപ്പോൾ 154 രൂപ മൊത്തം കൊടുക്കേണ്ടി വരും അല്ലേ. പലിശയായിട്ട് മാത്രം 54 രൂപ കൊടുക്കേണ്ടി വരും. ഓക്കെ, പലിശയുടെ ഒരു ഇത് മനസ്സിലായല്ലോ, ദൂഷ്യഫലം മനസ്സിലായല്ലോ. എന്ന് വെച്ചാൽ നമ്മൾ ഇത്ര കട എടുത്തിട്ടുള്ളൂ, പക്ഷേ നമുക്ക് അതിനേക്കാൾ കൂടുതൽ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. ഓക്കെ, അപ്പം ഫോർ 100 രൂപ ബോറോഡ് ഫോർ 3 years അറ്റ് 18% ദ ഇൻട്രസ്റ്റ് ടു ബി പെയ്ഡ് അറ്റ് ദി എൻഡ് ഓഫ് 3 years. 3 കൊല്ലം കഴിയുമ്പോൾ അവർ കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 18 + 18 + 18 = 3 × 18 = 54 രൂപയായിരിക്കും. ഓക്കെ, വി ക്യാൻ ഫൈൻഡ് ദ ജനറൽ ഫോം ഓഫ് ദി സിമ്പിൾ ഇൻട്രസ്റ്റ് ഫോർ മോർ ദാൻ 1 year. ഇപ്പം നമ്മൾ എന്താ പഠിച്ചത്? ഒരു കൊല്ലത്തിന് മാത്രമുള്ള സിമ്പിൾ ഇൻട്രസ്റ്റ് കണ്ടെത്താനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മൾ പഠിച്ചത് അല്ലേ, P/R / 100 എന്നുള്ളത്. ഇനി ഒരു കൊല്ലത്തിന് അധികം എന്തുണ്ട്, ഒരുപാട് കൊല്ലം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് നമ്മൾ എങ്ങനെ കണ്ടെത്താം എന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം വി നോ ദാറ്റ് ഓൺ എ പ്രിൻസിപ്പിൾ ഓഫ് RSP അല്ലേ, അതായത് പി എമൗണ്ട് അറ്റ് R rate of interest per year. അങ്ങനെയാണെങ്കിൽ ദ ഇൻട്രസ്റ്റ് പെയ്ഡ് ഫോർ 1 year, ഒരു കൊല്ലത്തിന് അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇതാണ് അല്ലേ, P/R / 100 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അത് വിട്ടിട്ടുണ്ട് കേട്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഈസ് R × P / 100 അല്ലെങ്കിൽ P/R / 100 ആണ്. ഓക്കെ, ദെയർഫോർ ഇൻട്രസ്റ്റ് I പെയ്ഡ് ഫോർ T years. ഓക്കെ, അപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, T years, അതായത് നിങ്ങൾ എത്ര കൊല്ലം അല്ലെങ്കിൽ ഇപ്പോൾ 2 or 3 കൊല്ലത്തിന് നിങ്ങൾ അടയ്ക്കേണ്ട ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, നിങ്ങൾ ആ PDF കുറച്ച് മിസ്സായിട്ടുണ്ട് കേട്ടോ, ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ച് തരാം. ഓക്കെ, അപ്പം T years അല്ലേ, ഇത്ര ഇയേഴ്സ് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ എത്ര എന്ത് ചെയ്യേണ്ടി വരും, എത്ര കടം കൊടുക്കേണ്ടി വരും. അതായത് ഒരു കൊല്ലമാണെങ്കിൽ R × P / 100 ആണ് നമ്മൾ പറഞ്ഞു. ഇനി എന്ത് ചെയ്യണം, ഇനി അത് 2 കൊല്ലം 3 കൊല്ലമൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മളിപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, നമ്മളിപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, 750 രൂപയാണ് ഒരു കൊല്ലമെങ്കിൽ 2 കൊല്ലം എന്ത് ചെയ്യേണ്ടി വരും, 750 × 2 അല്ലേ, അതായത് 1500 രൂപ കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടല്ലോ, 18 ഒരു ഒന്നാമത്തെ കൊല്ലം, 18 രണ്ടാമത്തെ കൊല്ലം, 18 മൂന്നാമത്തെ കൊല്ലം. അങ്ങനെയാണെങ്കിൽ 3 കൊല്ലം എന്ന് പറയുന്നത് 3 × 18 അല്ലേ. എത്രയാണോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അതിങ്ങനെ ഇൻറ്റു ചെയ്താൽ മതി, ഓരോ എത്ര കൊല്ലം ഉണ്ടോ അതിങ്ങനെ ഇൻറ്റു ചെയ്താൽ മതി അല്ലേ. അപ്പോൾ അതേപോലെ ഇതിപ്പോൾ എന്താണ്, R × P / 100 എന്ന് പറയുന്നത് ഒരു കൊല്ലം കൊടുക്കേണ്ടതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കണക്ക് ഒരു 2 കൊല്ലം 3 കൊല്ലമൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി, ഇവിടെ മാറ്റി കൊടുത്താൽ മതി. ടി എന്ന് പറഞ്ഞാൽ എത്ര ടൈം എന്നർത്ഥം. ഓക്കെ, അപ്പോൾ 2 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലം അത് നേരെ ഇൻറ്റു ചെയ്താൽ മതി. 3 × R × P / 100 ചെയ്താൽ ഇത്ര കൊല്ലത്തിന് ഇത്ര അയാൾ കൊടുക്കേണ്ടി വരുമെന്ന് കിട്ടും. ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് തമ്മിൽ നല്ലൊരു നിലക്ക് പറയാൻ വേണ്ടി P/R × T എന്ന് എഴുതാം. അങ്ങനെ ഇതും കുഴപ്പമില്ലല്ലോ, / 100. നമുക്ക് ഒന്നുകൂടി സിംപ്ലസ്റ്റ് ഫോമിലാക്കാൻ PRT / 100 എന്നുള്ളൊരു ഫോമിൽ നമ്മൾ എഴുതാൽ മതി കേട്ടോ. ഇവിടെ P-ൻ്റെ അവിടെ പ്രിൻസിപ്പൾ ആയിരിക്കും, R-ൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും, T-ൻ്റെ അവിടെ ടൈം ആയിരിക്കും. ഓക്കെ, 2 കൊല്ലം 3 കൊല്ലം 4 കൊല്ലം 5 കൊല്ലം അങ്ങനെ കൊടുക്കാം. / 100 ചെയ്താൽ നിങ്ങൾക്ക് അത്ര കൊല്ലത്തിന് എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊടുക്കണമെന്ന് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ കാണിച്ചിരുന്നല്ലോ അല്ലേ, അതായത് P/R × T / 100. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് മാത്രമേ കിട്ടുള്ളൂ, ഇൻട്രസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ കേട്ടോ, ഇത്ര കൊല്ലത്തിനുള്ള ഇൻട്രസ്റ്റ്. ഓക്കെ, അതായത് ഇൻട്രസ്റ്റ് I ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യും, R എന്ന് സൂചിപ്പിക്കും, ചിലപ്പോൾ ഇൻട്രസ്റ്റിന് I എന്ന് സൂചിപ്പിക്കും. അപ്പം ഇൻട്രസ്റ്റ് മൊത്തം ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം ടോട്ടൽ ഇൻട്രസ്റ്റ് പെയ്ഡ് ഫോർ T years, ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവൻ എത്ര ഇൻട്രസ്റ്റ് കൊടുക്കണം എന്നുള്ളത് ഉള്ള ഇക്വേഷനാണ് എന്ത്, P/R × T / 100 എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ, എന്തില്ല, അവൻ മൊത്തം എത്ര കാശ് തിരിച്ചു കൊടുക്കണം എന്നില്ല. അപ്പം അവന് മൊത്തം എത്ര കാശ് തിരിച്ചു കൊടുക്കണം, ഈ കൊല്ലത്തിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ് പ്ലസ് അവൻ എത്ര എമൗണ്ട് ആയിരുന്നു തുടക്കത്തിൽ എന്ത് ചെയ്തിരുന്നത്, ബോറോ ചെയ്തിരുന്നത്, കടമെടുത്തിരുന്നത്, അതായത് പ്രിൻസിപ്പൽ എമൗണ്ട് നടത്തും. പ്രിൻസിപ്പൽ എമൗണ്ടും കൂടി അതിൽ കൂട്ടേണ്ടി വരും അല്ലേ. ഓക്കെ, ആൻ എമൗണ്ട് യു ഹാവ് ടു പേ അറ്റ് ദി എൻഡ് ഓഫ് T years, അതായത് ഇത്ര കൊല്ലം കഴിഞ്ഞിട്ട് നിങ്ങൾ എത്ര കാശ് അവന് തിരിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പം അതിനെന്താണ് എഴുതേണ്ടത്, A = P + I ആണ്. A എന്ന് പറഞ്ഞാൽ എന്താണ്, എമൗണ്ട്, എത്ര കാശാണ് തിരിച്ചു നൽകേണ്ടത്, = P എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ പ്രിൻസിപ്പൽ, എത്രയാണോ അവൻ കടമെടുത്തത്. അതായത് ഫോർ എക്സാമ്പിൾ 5000 രൂപയാണെങ്കിൽ 5000 രൂപ പ്ലസ് I എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇത്ര കാലത്തിന്, ഇപ്പോൾ 2 കൊല്ലോ 3 കൊല്ലോ, ആ ഇക്വേഷൻ അർത്ഥം P/R × T / 100 അല്ലേ. ഇത്ര കാലത്തിനുള്ള അവൻ്റെ മൊത്തം പലിശ പ്ലസ് പ്രിൻസിപ്പൽ = അതായിരിക്കും ഇത്ര കാലം കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യേണ്ടത്, തിരിച്ച് നൽകേണ്ട എമൗണ്ട് എന്നർത്ഥം. മനസ്സിലായല്ലോ, എന്ത് P എന്ത് I എന്തെന്ന് മനസ്സിലായല്ലോ. ഓക്കെ, എന്ന് പറഞ്ഞാൽ എമൗണ്ട് എന്നർത്ഥം കേട്ടോ, ഇത്ര കാലം കഴിഞ്ഞിട്ട് അവൻ കൊടുക്കേണ്ട എമൗണ്ട്. ഇനി ഇവിടെ 4 തരത്തിലുള്ള കണക്കുകളുണ്ട്, ചെയ്ത് വരണം കേട്ടോ, ട്രൈ ദിസ്. ഓക്കെ, 1 കൊല്ലത്തിന് കണക്കുണ്ട്, 2 കൊല്ലത്തിന് കണക്കുണ്ട്, 3 കൊല്ലത്തിന് കണക്കുണ്ട്, പെർസെൻറ്റേജ് മാറുന്നുണ്ട്, അതേപോലെ തന്നെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും ഒക്കെ മാറുന്നുണ്ട്, പ്രിൻസിപ്പളൊക്കെ മാറുന്നുണ്ട്. ഒക്കെ ഷെയറായിട്ട് ചെയ്ത് വരാം, അതിനൊക്കെ ചോദ്യവും ചോദിക്കും, മറക്കണ്ട. ഓക്കെ, അപ്പം ജസ്റ്റ് ആസ് ഇൻ ദ കേസ് ഓഫ്
പ്രൈസ് റിലേറ്റഡ് ടു ഐറ്റംസ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളവിടെ എന്ത് ചെയ്തിരുന്നു, നമ്മൾ ബൈയിങ്ങും സെല്ലിങ്ങും അവിടെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഇത് ബൈയിങ്ങും സെല്ലിങ്ങും അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, അത് പ്രോഫിറ്റാണ് ലോസാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കോസ്റ്റ് പ്രൈസ് അതേപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റ് ഓർ ലോസ്, ഈ 3 ടേം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് കോസ്റ്റ് ആണെങ്കിൽ നമ്മൾ വാങ്ങിയ കാശായിരുന്നു, സെല്ലിംഗ് പ്രൈസ് ആണ് നമ്മൾ വിറ്റ കാശായിരുന്നു, പിന്നെ പ്രോഫിറ്റ് ഓർ ലോസ് നമുക്ക് അവിടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണ് കിട്ടിയത് അതിൻ്റെ പെർസെൻറ്റേജ് അല്ലേ. ഇങ്ങനെ 3 ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇതിൽ ഏതെങ്കിലും 2 ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ 3ാമത്തെ ക്വാണ്ടിറ്റി നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, അൽജിബ്രൊക്കെ ആ മെത്തേഡൊക്കെ യൂസ് ചെയ്ത് കണ്ട് ഏതെങ്കിലും കിട്ടാത്തൊരു സംഖ്യ മാത്രം ഒരു ഭാഗത്ത് ഒറ്റക്കാക്കുക, ബാക്കിയുള്ളതിനൊക്കെ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്തെങ്കിലും കഴിയും, സിമ്പിളായി സോൾവ് ചെയ്യാൻ കഴിയും. അതിൻ്റെ കണക്കുകളൊക്കെ നമ്മൾ ചെയ്തതാണ് അല്ലേ. അതുപോലെ തന്നെയാണ് ജസ്റ്റ് ആസ് ഇൻ ദ കേസ് ഓഫ് പ്രൈസസ് റിലേറ്റഡ് ടു ഐറ്റംസ്. അതായത് ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് തമ്മിലുള്ള പ്രൈസ് അതിൻ്റെ കേസിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ഇഫ് യു ആർ ഗിവൺ എനി 2 ഓഫ് ദ 3 ക്വാണ്ടിറ്റീസ്, ആ 3 ക്വാണ്ടിറ്റിയിൽ, അതായത് നമ്മൾ ചെയ്തു CP അതേപോലെ തന്നെ SP അതേപോലെ തന്നെ പ്രോഫിറ്റ് ഓർ ലോസ്, ഇതിൽ ഏതെങ്കിലും 2 ക്വാണ്ടിറ്റി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ യു കുഡ് ഫൈൻഡ് ദ റിമൈനിങ് ക്വാണ്ടിറ്റി. നിങ്ങൾക്ക് ആ നിങ്ങളുടെ അടുത്ത് ഇല്ലാത്ത 3ാമത്തെ ക്വാണ്ടിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും. അതേപോലെ തന്നെയാണ് എന്ത് നമ്മുടെ ഈ ഐൻ്റെ കാര്യം, അതായത് ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ കാര്യവും. ഓക്കെ, അതായത് PTR. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, പ്രിൻസിപ്പൽ എമൗണ്ടും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും മാത്രം തന്നു, എത്ര കൊല്ലം തന്നിട്ടില്ല. ഓക്കെ, അതെത്ര അത് മൊത്തം എത്ര പലിശയായി തന്നിക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിയും, അവിടെ ടി എത്ര കാലം കൊണ്ടാണ് ഈ പലിശ എന്ന് കിട്ടാൻ കഴിയും. ഓക്കെ, അതായത് ടി മാത്രം ഒറ്റക്കാക്കുക, ഒരു സ്ഥലത്ത് ഒറ്റക്കാക്കുക, Pനെയും Rനെയും 100-നൊക്കെ ഒരു സ്ഥലത്തേക്ക് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുവരാം. ഇതേപോലെ തന്നെ P കിട്ടിയിട്ടില്ലെങ്കിലും R കിട്ടിയിട്ടില്ലെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും 2 കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് കഴിയും, 3ാമത്തെ ആളെ കണ്ടെത്താൻ കഴിയും എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അതിനുള്ള നിങ്ങൾ എക്സസൈസിലൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. അതിൻ്റെ കണക്കുകൾ നിങ്ങൾ ചെയ്തു വരണം. ഏതായാലും നമുക്ക് അതിൻ്റെ ഒരു കണക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അതായത് 2 മാത്രം ഉണ്ട്, 3ാമത്തെ ഇല്ല, അതെങ്ങനെ നമുക്ക് കണ്ടെത്താൻ കഴിയുന്നുള്ളതിന് ഒരു കണക്ക് ചെയ്തു വെക്കാം. അപ്പം ശ്രദ്ധിക്കാം, ഇഫ് മനോഹർ പേയ്സ് ആൻ ഇൻട്രസ്റ്റ് ഓഫ് 750 രൂപ, 2 വർഷത്തിന് 750 രൂപ എന്ത് ചെയ്തു, മനോഹർ അടിച്ചു. ഓൺ എ സം ഓഫ് 4500 രൂപ അവൻ കട എടുത്തിട്ടുണ്ട്. 2 വർഷത്തിനാണ് അവൻ കട എടുത്തത്. അങ്ങനെ മൊത്തം 750 രൂപ മൊത്തം അവനക്ക് പലിശയായിട്ട് തന്നെ അടയ്ക്കേണ്ടി വന്നു. 4500 രൂപയ്ക്ക് 2 വർഷത്തിന് 750 രൂപയായിട്ട് തന്നെ അവനക്ക് കടം എടുക്കേണ്ടി വന്നു. ഓക്കെ, കടം അടയ്ക്കേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് ആയിട്ട് അടയ്ക്കേണ്ടി വന്നു 750 രൂപ കേട്ടോ. 4500 പുറമെ 750 രൂപ കൂടി അവന് ഇൻട്രസ്റ്റ് ആയിട്ട് മാത്രം അടയ്ക്കേണ്ടി വന്നു. അങ്ങനെയാണെങ്കിൽ ഫൈൻ ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്രയാണെന്നാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എത്ര തന്നിട്ടില്ല, എന്തൊക്കെ തന്നിട്ടുണ്ട്, P അല്ലേ. അതായത് എത്രയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് 4500 തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് അവൻ പലിശ അടിച്ചത്, മൊത്തം അവൻ അടിച്ചത് എത്രയാണ്, 2 കൊല്ലത്തിനാണല്ലേ അടിച്ചത്. ഓക്കെ, അപ്പം Pയും Tയും തന്നിട്ടുണ്ട്, R തന്നിട്ടില്ല. അപ്പം R എത്ര നമ്മൾ കണ്ടെത്തണം. അപ്പോൾ അതാണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. ഓക്കെ, അപ്പം നോക്കാം, I = P × T × R ഡിവൈഡ് ബൈ 100. അതാണല്ലോ I അല്ലേ. മൊത്തം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഇവിടെ ഇപ്പോൾ മൊത്തം ഇൻട്രസ്റ്റ് എന്താണ്, 750 രൂപയാണല്ലോ അല്ലേ. അപ്പം P × T × R. അപ്പം therefore 750 രൂപയാണ് അവൻ മൊത്തം പലിശയായിട്ട് അടച്ചത്. അപ്പം 750 എന്ന് പറഞ്ഞാൽ എന്താണ്, 4500 ആയ പ്രിൻസിപ്പൽ ഇൻറ്റു 2 ടേം അല്ലേ, ഇൻറ്റു R എത്ര നമുക്ക് തന്നിട്ടില്ല, എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തന്നിട്ടില്ല, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ 4500 × 2 × R ഡിവൈഡ് ബൈ 100 ആയിരിക്കും എന്ത്, 750. ക്ലിയർ അല്ലേ. അതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് മൊത്തം എന്നർത്ഥം. അതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, സിമ്പിളായിട്ട് ആദ്യം ചെയ്യാം, 4500 ഡിവൈഡ് ബൈ 100 ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും, 4500 ഹരിക്കണം 100 ചെയ്താൽ 4500 2 0 ഒഴിവാക്കിയാൽ മതി അല്ലേ. അപ്പോൾ 45 കിട്ടും. അപ്പം 750 = 45 × 2 × R ആയിരിക്കും 750. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഈ Rനെ മാത്രം ഒരു സ്ഥലത്ത് നമ്മൾ ഒറ്റക്കാക്കണം. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഉണ്ട്, 45 ഉണ്ട്, 2 ഉണ്ട്. ഇപ്പോൾ 4500 100 വെട്ടി ഒഴിവാക്കി, എന്നിട്ട് എന്ത് 2 0 ഒഴിവാക്കി, ഇവിടെ 2 0 ഒഴിവാക്കി. അപ്പോൾ 45 മാത്രമായി, 45 × 2 × R. ഈ 100 അവിടെ നിന്ന് ഒഴിവായി. അപ്പോൾ അങ്ങനെയാണുള്ളത്. അപ്പം ഉള്ളത് 45ഉം 2ഉം 6ഉം ഉണ്ട്. ഈ 6 മാത്രം സ്ഥലത്ത് ഒറ്റക്കാക്കണം. അപ്പോൾ 45 × 2 നമ്മൾ നേരെ ഇപ്പുറത്ത് കൊണ്ടുവരികയാണ്. അപ്പോൾ 45 × 2 ഇവിടെ ഗുണിക്കാനാണ്, അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഹരിക്കാനായിട്ട് മാറും. ഓക്കെ, അപ്പോൾ 45 × ഇവിടെ 45 × 2 ഇവിടെ ഹരിക്കാനായിട്ട് മാറി. അപ്പം 750 ഹരിക്കണം 45 × 2 എന്ന് കിട്ടി. = അതാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഓക്കെ, അപ്പം 750 ഹരിക്കണം 45 × 2 അതാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് അല്ലേ. അതായത് 750 ഹരിക്കണം 90 എന്നർത്ഥം. ക്ലിയർ അല്ലേ. ഓക്കെ, ഇനി 750 ഹരിക്കണം 90 നമ്മൾ എന്ത് ചെയ്യണം, സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കി മാറ്റുകയാണ്. നമുക്ക് എങ്ങനെ ആക്കി മാറ്റാം, 750-ലും 90-ലും പോകുന്ന ഏറ്റവും വലിയ സംഖ്യ അല്ലേ. ഒരു ഇപ്പം നോക്കുകയാണെങ്കിൽ 30 2-ലും പോകുന്നുണ്ടല്ലോ അല്ലേ. അപ്പം 90-ൽ എത്ര പോകുന്നുണ്ട്, 3 30 90 അതേപോലെ തന്നെ 750-ൽ എത്ര 30 പോകുന്നുണ്ട്, 25 × 30 750 ആണല്ലോ അല്ലേ. 25 × 10 250 ആണ്, 25 × 20 500 ആണ്, 25 × 30 എത്രയാണ്, 750 ആണ്. അപ്പം മുകളിൽ 25 എന്നും കിട്ടും, അടിയിൽ എന്തും കിട്ടും, 3 എന്നും കിട്ടും. അതായത് 25 ഡിവൈഡ് ബൈ 3 എന്ന് നമുക്ക് ഇതിന് സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കിക്കൂടെ. 750 ഡിവൈഡ് ബൈ 90 എന്നുള്ളതിനെ 2ന് 30 കൊണ്ട് ഹരിക്കാം. അപ്പം മേലെ എന്ത് ചെയ്യും, 25 കിട്ടും, അടിയിൽ എന്ത് കിട്ടും,
90/30 എന്ന് പറഞ്ഞാൽ 3 കിട്ടും. ഇപ്പോൾ 25/3 കിട്ടും. 25/3 നിങ്ങൾ എന്ത് ചെയ്തു? സിമ്പിളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കി നോക്കൂ. നിങ്ങൾക്ക് എന്ത് കിട്ടും? 8/1/3 എന്ന് കിട്ടൂലേ? 25/3, അതായത് ആ ഡിനോമിനേറ്ററായ 3 നേരെ ഇവിടെ തന്നെ കൊണ്ടുപോയി വെക്കുക. എന്നിട്ട് 25 ഹരിക്കണം 3 എത്രയാണ്? 8, 16, 24 അല്ലേ? അപ്പോൾ 8 ആ ഉത്തരത്തെ ഇവിടെ കൊടുക്കാം. ഇനി 24-ന് 25 കാരണം എത്ര വേണം? 1 വേണം. ആ 1 ആ ശിഷ്ടമായ 1-നെ അവിടെ ന്യൂമറേറ്ററായിട്ട് കൊടുക്കുക. അങ്ങനെയാണല്ലോ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് ആക്കുക. അറിയാമല്ലോ. അതായത് ഉത്തരം കിട്ടിയ സംഖ്യ 8, 16, 24 അത് ഇതിനെവിടെ കൊടുക്കുക? 25 ഹരിക്കണം 3 ചെയ്യുക. അപ്പോൾ 8 എന്ന് ഉത്തരം കിട്ടും. അപ്പോൾ ആ 8-നെ ഇവിടെ കൊടുക്കുക. എന്നിട്ട് ഡിനോമിനേറ്ററായ 3 ഇതേപോലെ ഇവിടെ കൊടുക്കുക. പിന്നെ നമുക്ക് ഇഷ്ടം കിട്ടിയ ഇപ്പോൾ 24 കിട്ടി. 24-ന് 25 എത്ര വേണം? 1 വേണം. ആ 1-നെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ന്യൂമറേറ്റ് ആയിട്ട് കൊടുക്കും. അപ്പം 8/1/3% ആയിരിക്കും എന്ത് ഇവിടുത്തെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇതാണ് ഒരാൾ ചെയ്ത മെത്തേഡ്. ഇനി മറ്റൊരാൾ വേറെ മെത്തേഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതും കൂടി നോക്കാൻ വേണമെങ്കിൽ അപ്പം സൊല്യൂഷൻ 2, അതായത് 2 വർഷത്തിന് എന്താണ് 750 രൂപയാണല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു വർഷത്തിന് എന്തായിരിക്കും? അതിന് നേരെ പകുതിയായിരിക്കും. അതായത് 750 പകുതി പറയുമ്പോൾ 750/2 എന്ന് പറയുമ്പോൾ 375 രൂപയായിരിക്കും അല്ലേ? 750 പകുതി 375 അല്ലേ? 700 പകുതി 350 പിന്നെ 50 പകുതി 25. അപ്പം 375 എന്ത്? 750 പകുതി. ഓക്കെ. അപ്പം ഒരു കൊല്ലത്തിൽ അയാൾ എത്ര കൊടുക്കേണ്ടി വരും? 375 രൂപ പലിശയായിട്ട് കൊടുക്കേണ്ടി വരും. അപ്പം 4500 ഇൻട്രസ്റ്റ് പെയ്ഡ് ഈസ് 375 അല്ലേ? അപ്പം 4500-ൽ ഒരു കൊല്ലം എന്ത് ചെയ്യണം? 375 രൂപ കൊടുക്കേണ്ടി വരും. അപ്പം 4500 375 രൂപ കൊടുക്കണം. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യണം? 100-ലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ഓക്കെ. 4500-ൽ 375 രൂപ കൊടുക്കണം. അപ്പം അത് 100%-ലേക്ക് ആക്കുമ്പോൾ എത്ര ആയിരിക്കും? 375 അപ്പം 375/4500 × 100 ചെയ്താൽ മതി. അതായത് 375 × 100/4500 ചെയ്താൽ മതി. അപ്പോൾ അത് എങ്ങനെ നോക്കാം? സിമ്പിളായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 375 × 100 ചെയ്യും. 375 × 10 എത്രയാണ്? 3750 അല്ലേ? 375 × 100 37500. ഓക്കെ. അപ്പോൾ 37500 ഹരിക്കണം 4500 ചെയ്താൽ മതി. ഓക്കെ. 37500 ഹരിക്കണം 4500 കഴിയുമ്പം അവിടെ രണ്ട് സ്ഥലത്ത് 2 0 എക്സ്ട്രാ വരുന്നുണ്ട് അല്ലേ? 37500-ലും 4500-ലും 2 0 വെറുതെ എടുക്കുന്നുണ്ട്. ആ 2 0 വെട്ടി ഒഴിവാക്കാം. ചുരുക്കി പറഞ്ഞാൽ 375/45 മാത്രം നമുക്ക് ചുരുക്കി കിട്ടും. ഇനി 375/45 നമ്മൾ എന്ത് ചെയ്യാം? സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കാം. 375-ലും 45-ലും പോകുന്ന ഹയസ്റ്റ് കോമൺ ഫാക്ടർ ഒരു 15 പോകുന്നുണ്ടല്ലോ അല്ലേ? അതായത് 45-ൽ എത്ര 15 ഉണ്ട്? 3. 375-ൽ എത്ര 15 ഉണ്ട്? 150-ൽ എത്ര 15 ഉണ്ട്? 10. 300-ൽ എത്ര 15 ഉണ്ട്? 20 അല്ലേ? ഓക്കെ. പിന്നെ ബാക്കി ഒരു 75 കൂടി ഉണ്ട്. 75-ൽ എത്ര 15 ഉണ്ട്? 5. അപ്പം 375-ൽ എത്ര 15 ഉണ്ടാവും? 300-ൽ 20 ഉണ്ട്. അപ്പം 375-ൽ ഒരു 5 കൂടി കൂടുന്നുണ്ട്. അതായത് 25 15 എന്തിൽ പോകുന്നുണ്ട്? 375-ൽ പോകുന്നുണ്ട്. അതേപോലെ തന്നെ 45-ൽ എത്ര 15 ഉണ്ട്? 3 15 ഉണ്ട്. അപ്പോൾ 25/3 എന്നുള്ള ഒരു ഫോമിലേക്ക് തന്നെ ഇവിടെ കിട്ടി. അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും 25/3 എന്നുള്ള ഒരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി നമുക്ക് കിട്ടും. 25/3 നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ നമുക്ക് 8/1/3 എന്നുള്ളൊരു ഫ്രാക്ഷനിലേക്കായി മാറില്ല. നമ്മളിവിടെ പറഞ്ഞ അതേപോലെ തന്നെ 8/1/3 എന്നുള്ളൊരു ഫ്രാക്ഷനിലേക്കാക്കി 25/3 മാറും. അങ്ങനെ മൊത്തം 8/1/3% ആയിട്ട് ഇതിന് കിട്ടും എന്നർത്ഥം. അപ്പോൾ ഇവിടെയുള്ള റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 8/1/3% ആണ്. ഓക്കെ. അപ്പോൾ ഇതിന് ചുരുക്കി പറഞ്ഞാൽ എത്രയേ ഉള്ളൂ? നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ടും ഉണ്ട്, നമ്മുടെ അടുത്ത് ഇത്ര വർഷമുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയത്? ഇതേപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ കണ്ടെത്താൻ കഴിയും കേട്ടോ. അതായത് 2 ഇയർ തന്നിട്ടില്ല, അല്ലെങ്കിൽ എത്രയാണ് പ്രിൻസിപ്പൽ എമൗണ്ട് തന്നിട്ടില്ല, അതൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഏതായാലും നിങ്ങൾ ആ ട്രൈ ദീസും കൂടി അടുത്ത ക്ലാസ്സിന് വരുമ്പം ചെയ്തു വരാം. അതേപോലെ തന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിന് വരുമ്പം എക്സസൈസ് 8.3 ഫുള്ളായിട്ട് ചെയ്തു വരാം. അതോടുകൂടി നമ്മുടെ ക്ലാസ് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഇനി അതേപോലെ തന്നെ വാട്ട് വി ഹാവ് ഡിസ്കസ്ഡ്, നമ്മൾ ഈ ചാപ്റ്ററിൽ മൊത്തം എന്തൊക്കെയാണ് പഠിച്ചതെന്ന് ജസ്റ്റ് ഒരു ഷോർട്ടാണ് അവിടെ പറയുന്നത്. അതും ശരിക്കും മനസ്സിലാക്കി വെക്കുക. അതോടുകൂടി നമ്മൾ ഈ ചാപ്റ്റർ അവസാനിക്കാൻ പോവാണ്. ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിന് മൊത്തം ഈ ചാപ്റ്റർ ചോദ്യം ഉണ്ടായിരിക്കും. ശ്രദ്ധിക്കുക, ഗൂഗിൾ ഫോമിലായിരിക്കും ക്വസ്റ്റ്യൻ. അപ്പോൾ ഉഷാറായിട്ട് പഠിച്ചു വരാം കേട്ടോ. ഓക്കെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.